നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, 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 എന്തുപറ്റിയമ്മേ? എന്താ അമ്മേ? അയ്യോ, ചെറിയ ചൂടുണ്ടല്ലോ. രാവിലെ എഴുന്നേക്കാൻ നോക്കിയപ്പോ മേലാകെ ഒരു വേദനയും ചെറിയ ചൂടും, ഒരു പനിയുടെ ലക്ഷണം പോലെ. അതാ കുറച്ചുകൂടെ കിടക്കാന്ന് വിചാരിച്ചത്. അമ്മ എഴുന്നേക്ക്, വാ. ദേ, ചൂടോടെ ഈ കാപ്പി കുടിക്കേ. എഴുന്നേക്ക്. പതുക്കെ. അമ്മേ, നടന്ന ഒന്നും അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛൻ കൈവെള്ളെ കൊണ്ടു നടന്ന കുടുംബത്തിനെ അമ്മ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്നത്. അതിനുള്ളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എങ്ങനെ സഹിക്കും? അമ്മേ, ചെറിയ ചൂടുണ്ട്. ഞാനൊരു തുണി നനച്ച് നെറ്റിയിലിടട്ടെ? അതൊന്നും വേണ്ട, ചെറിയൊരു ചൂടല്ലേ ഉള്ളൂ. ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാനിപ്പോ വരാം. അമ്മേ, മതി. കാണിച്ചേ. എന്റെ കയ്യില് പനിയുടെ ടാബ്ലറ്റ് ഇരിപ്പുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പനി കൂടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അമ്മയ്ക്കാകെ വിഷമമായല്ലേ? ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അമ്മയ്ക്കുണ്ടാക്കിയ ഷോക്ക് എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും ചിന്തിക്കുന്നത് ഒരുപോലെ അല്ലല്ലോ. ഒരു കുടുംബമാണെങ്കിലും പല മനുഷ്യരല്ലേ. അമ്മേ, നിഖിലിന്റെയും വീണയുടെയും കാര്യത്തിൽ അമ്മ ഒന്നുകൂടി ആലോചിക്കണം. അവരും ഈ വീട്ടിലെ കുട്ടികൾ തന്നെയല്ലേ അമ്മേ? ആലോചിക്കാം. എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്നോ എന്തുകൊണ്ടാണെന്നോ ഒന്നും ഇപ്പൊ ചോദിക്കരുത്. സമയം വരുമ്പോ അത് ഞാൻ നിന്നോട് പറയാം. നീ ഇനിയും ആ ഫോട്ടോയുടെ പിന്നാലെ അന്വേഷിച്ചു പോകരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. മാത്രമല്ല, ഈ കുടുംബത്തിന് അത് ദോഷമാ. അമ്മ പേടിക്കണ്ട. ഈ കുടുംബത്തിന് ദോഷം വരുത്തുന്നതൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ ഇതും. ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകണ്ട. ഈ കുടുംബത്തിന് ദോഷം വരുത്തുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് തന്നത് സത്യം. പക്ഷേ ആ ഫോട്ടോയുടെ പിന്നിലെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. ഈ കുടുംബം തകരാതിരിക്കാൻ ചിലപ്പോൾ അത് ഉപകരിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് എല്ലാവരെയും സേഫ് ആക്കണം. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ? അമ്മയ്ക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. അതുപോരെ? മതി. അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ ചെല്ലട്ടെ.
ഒറ്റ രാത്രി കൊണ്ട് ജീവിതം തലകീഴായി മറിഞ്ഞു. ശ്രേയ പറഞ്ഞതനുസരിച്ചതാ എല്ലാത്തിനും കാരണം. അവളുടെ ഐഡിയ പൊളിഞ്ഞ് പാളിസായി. ആ നാശം പിടിച്ച വീണ് എൻ്റെ തലയിലുമായി. ഊഫ്, ഇനി ആ ഏണി എൻ്റെ തലയിൽ നിന്ന് ഇറക്കി വെക്കാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ദേ വിളിക്കുന്നു. ഇവളെ എൻ്റെ കൈ കിട്ടിയ എൻ്റെ ജീവിതം കുളം തോണ്ടിയപ്പോൾ നിനക്ക് സമാധാനമായോ? നിന്റെ ഒടുക്കത്തെ ഐഡിയ കാരണം ഞാനിപ്പോൾ തൂങ്ങിച്ചാവേണ്ട അവസ്ഥയിലാണ്. അവളെ വിളിച്ച് മുറി കയറ്റാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ കയറ്റിയതല്ല, അവള് വന്ന് കയറിയതാ. ഇരുട്ടില് അത് നീയാണെന്നാ ഞാൻ കരുതിയത്. നീ എന്തിനാ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തത്? അല്ലെങ്കിൽ തന്നെ അവള് മുറി കയറി വന്നപ്പോ നിനക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നല്ലോ. എടീ, നീ മുറിയിലേക്ക് കയറി വരുന്നത് ആരും കാണണ്ടെന്ന് കരുതിയാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തത്. എടാ, അങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്തേ? എല്ലാവരും കാണാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ നിനക്ക് ലൈറ്റ് ഓഫ് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളെ എൻ്റെ തലയിൽ നിന്ന് ഇറക്കി കളയാൻ നീ തന്നെ ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ. അവളെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പച്ചി എന്തേലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചില്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ? എല്ലാവരുടെയും തീരുമാനങ്ങളൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാടിന് പോകും. എടാ, നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. എന്റെ അമ്മയ്ക്ക് നീ സ്നേഹിക്കുന്നത് എന്നെയാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? അവള് വന്ന് മുറി കയറി സംസാരിച്ചപ്പോഴും ഞാനാണെന്ന് കരുതി നീ അവളെ തൊട്ടപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ അത് ഞാനല്ലെന്ന്? ഞാനിവിടെ നാണം കെട്ട് നാറി നിൽക്കുക. നീ എന്തൊക്കെ ഒരു വഴി പറ. എടീ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ. ആത്മഹത്യ ചെയ്യാനൊക്കെ വരട്ടെ, പിന്നെന്ത് ചെയ്യും? തൽക്കാലം എല്ലാവരും നിവീണയെ തന്നെ കല്യാണം കഴിക്കുമെന്ന വിശ്വാസത്തിൽ ഇരിക്കട്ടെ. അതിനിടയിൽ ഒരു ചാൻസ് ഒത്തു കിട്ടിയാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ നിന്ന് ചാടാം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. അത് തന്നെയാ നല്ലത്.